വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടൊരു തക്കാളി കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് വേറെ കറി വയ്ക്കാനൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അത് നന്നായി പൊട്ടി വരട്ടെ. അപ്പോൾ തക്കാളി മാത്രമല്ലേ ഉള്ളൂ, ഇതിന് എങ്ങനെയാണ് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ മുട്ട വേണമെങ്കിൽ അതിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ മീൻ വറുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു തോരനോ ഒന്നുമില്ലെങ്കിൽ ഈ തക്കാളി കറി മാത്രം മതി നമുക്ക് കഴിക്കാം. അപ്പോൾ അത് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ഉലുവയുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. 2 സവോള മീഡിയം വലുപ്പത്തിലുള്ളതാണ് ഞാൻ ഇടണത്. അപ്പോൾ വേഗം അത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റ മാത്രമല്ല, നന്നായി മൊരിഞ്ഞ് വരണ പോലെ അത് ഇളക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു 3/4 ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഒരു 3 പച്ചമുളക് കീറിയിട്ടതും ഒരു ചെറു കഷ്ണം ഇഞ്ചിയും അത്യാവശ്യം നന്നായി വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി അതിൽ കിടന്ന് നന്നായി വഴന്ന് വരണം. ഞങ്ങളിന്ന് വേറൊരു സ്ഥലം വരെ പോയി വന്നതാണ്. അപ്പോൾ വേറെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്. അപ്പോൾ അതിൽ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. കഴിഞ്ഞു ഇതിൻ്റെ പണി, ഇത്രയേ ഉള്ളൂ. ഈ തക്കാളി നമ്മൾ ഒരു 8 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം ടൈപ്പാണ്. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ച് ഇളക്കി യോജിപ്പിച്ച് നന്നായി അടച്ച് വെച്ച് വേവിക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ എല്ലാതും ചേർന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി വഴന്ന് വരണ പോലെയായി എടുക്കാൻ വേണ്ട. അപ്പോൾ ചാറ് വേണ്ടവർക്ക് ചാറിന് ഇപ്പം അല്ല കേട്ടോ, ഇത് ആയി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, ചെറു ചൂടുവെള്ളം ചേർത്ത് ചാറാക്കി എടുക്കാം. അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മൂടിയിട്ടിട്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. അപ്പം തക്കാളി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.